ഹായ് ഫ്രണ്ട്സ്, സാധാരണ മത്സര പരീക്ഷകൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് AP സമാന്തര ശ്രേണി. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ് സമാന്തര ശ്രേണി അല്ലേ? പൊതുവ്യത്യാസവും ആദ്യ പദവും എന്നാം പദവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ അതിൽ വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ് അതിൻ്റെ ബീജഗണിത രൂപവുമായി ബന്ധപ്പെട്ട ആൾജിബ്രായിക് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ഒരു വർഷം മുൻപ് നടന്ന, ഏകദേശം ഒരു വർഷത്തോളം മുൻപ് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം ആ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് ചോദിച്ചത് എന്നാം പദവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഇനി അങ്ങനെ തന്നെ ചോദിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ ഒന്നുകൂടി നിലവാരം കൂടിയ തരത്തിൽ n പദങ്ങളുടെ തുക എന്താ അത് കണ്ടുപിടിക്കുന്ന തരത്തിൽ ചോദിക്കാം. അപ്പോൾ ആ ടൈപ്പിൽ വരുന്ന ചോദ്യം എങ്ങനെ ചോദിച്ചാലും 5 സെക്കൻഡ് വേണ്ട, കൂടിയാൽ 10 സെക്കൻഡ് വേണ്ട, 20 സെക്കൻഡിനകത്ത് എങ്ങനെ ചോദിച്ചാലും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആ പണി എന്താണ്? ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ nth ടേം ഓഫ് ദ സീക്വൻസ് 3, 7, 11, 15 എക്സെട്ര? 3, 7, 11, 15 ഈ ടേമിൻ്റെ എന്നാം പദം എന്താണ് എന്ന്. അത് എന്നാം പദവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേ ചോദ്യം തുകയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 3, 7, 11, 15 ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതിൻ്റെ എന്നാം പദം കാണുന്നതിനുള്ള ബീജ ഗണിത വാചകം എന്താണ് എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ? 3, 7, 11, 15 ഇങ്ങനെ പോകുന്നു. ഈ വ്യത്യാസം എന്താ? 4 വ്യത്യാസം. ആ വ്യത്യാസത്തിൻ്റെ കൂടെ ചോദ്യപേപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന വാചകം, ചോദ്യപേപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന ആൽഫബറ്റ്, ആ ചരം, ആ വേരിയബിൾ എന്താണോ അത് വെച്ച് കൊടുക്കുക. എക്സ് ആണെങ്കിൽ എക്സ് വെച്ച് കൊടുക്കുക, n ആണെങ്കിൽ n വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം n വെച്ചുകൊണ്ട് പറയാം. ഇവിടെ വ്യത്യാസം 4, അതിൻ്റെ കൂടെ n വെച്ചു, 4n. ആദ്യ പദം എന്താ? 3. 4 3 ആക്കാൻ എന്താ ചെയ്യുക? കൂട്ടണോ കുറയ്ക്കണോ? 4 3 ആക്കാൻ തീർച്ചയായും കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? 1 കുറയ്ക്കണം. അപ്പം 4n - 1 ഇതിൻ്റെ എന്നാം പദം അല്ലെങ്കിൽ എന്നാം പദം കാണാനുള്ള സൂത്രവാക്യം. ഒന്നുകൂടി പറയാം. 8, 15, 22, 29 അങ്ങനെ പോകുന്നു. ഇതിൻ്റെ എന്നാം പദം എന്താ വരിക? ആദ്യ പദം എന്താ? പൊതുവ്യത്യാസം എന്താ? ഇതിൻ്റെ 7 വ്യത്യാസത്തിൽ പോകുന്ന പൊതുവ്യത്യാസം 7. അതിൻ്റെ കൂടെ n വെച്ച് കൊടുത്തു അല്ലേ? 7 8 ആവാൻ കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടണം, തീർച്ചയായും കൂട്ടണം. കൂട്ടി. എന്ത് കൂട്ടണം? 1. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത വാചകം 7n + 1. അത്രയേ ഉള്ളൂ. ഒന്നുകൂടി നോക്കാം. 9, 12, 15, 18 ഇതിൻ്റെ എന്നാം പദം എങ്ങനെ കാണാം അല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ എന്നാം പദം എന്താണ്? ഇതിൻ്റെ എന്നാം പദത്തിൻ്റെ ബീജ ഗണിത വാചകം എന്താണ്? അതിൻ്റെ പൊതുവ്യത്യാസം? തീർച്ചയായിട്ടും 3 വ്യത്യാസത്തിൽ പോകുമെന്ന് പറയുമ്പോൾ 3 പൊതുവ്യത്യാസം. അതിൻ്റെ കൂടെ n വെച്ച് കൊടുത്തു അല്ലേ? 3 9 ആക്കാൻ കൂട്ടണോ കുറയ്ക്കണോ? തീർച്ചയായും കൂട്ടണം. എന്ത് കൂട്ടണം? 6 കൂട്ടണം. അപ്പോൾ ഇതിൻ്റെ എന്നാം പദം 3n + 6. ഇതേ ചോദ്യം തിരിച്ച് ചോദിച്ചാലോ? അതായത് പറയണം, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 3n + 6 ആയാൽ അതിൻ്റെ പൊതുവ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ആദ്യ പദം എന്താണ്? അല്ലെങ്കിൽ 10ാം പദം എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 3n + 6. ഇതിൻ്റെ പൊതുവ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, n-ൻ്റെ കൂടെ ഉള്ള നമ്പർ എന്താ അതാണ് അതിൻ്റെ പൊതുവ്യത്യാസം. അപ്പോൾ n-ൻ്റെ കൂടെ അവിടെ എന്താ? 3. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 3. ഇനി ഒന്നാം പദമോ ആദ്യ പദമോ ഈ n കണ്ടില്ല എന്ന് നടിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? 3 + 6 9. അതാണ് അതിൻ്റെ ഒന്നാം പദം. ഒന്നുകൂടി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 5n - 8. ഇതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? 5 ആയിരിക്കും ഇതിൻ്റെ പൊതുവ്യത്യാസം അല്ലേ? ആദ്യ പദമോ 5 - 8 എന്താ?
-3. അപ്പോൾ ഇതിൻ്റെ ആദ്യ പദം -3 പൊതുവ്യത്യാസമോ എന്നിൻ്റെ കൂടെയുള്ള ആൾ 5 ആണ്. ഇനി 10ാം പദം ചോദിച്ചാലോ, എന്നിൻ്റെ ഭാഗത്ത് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ 5 × 10 -8, 5 10 50 -8 42 ഇതിൻ്റെ 10ാം പദം. ഒന്നുകൂടി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 7n-2 ആണ്. ഇതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? എന്നിൻ്റെ കൂടെ 7 അല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം 7 ആണ്. ആദ്യ പദമോ 7 - 2 എന്താ 5 ആണ്. ഇതിൻ്റെ 10ാം പദം 20ാം പദം ചോദിച്ചാലോ, എന്നിൻ്റെ ഭാഗത്ത് പകരം 20 വെച്ച് കൊടുത്താൽ 7 × 20 7 2 14 140 - 2 138. വളരെ എളുപ്പമല്ലേ? ഇതുപോലെ ഇതിൻ്റെ സമ്മിൻ്റെ തുകയുടെ ബീജഗണിത വാചകം എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? 3 7 11 15. ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്തായിരിക്കും? ഈ വ്യത്യാസം എന്താ? 4. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, n-ാം പദം എന്ന് പറയുന്നത് ഡിഗ്രി 1 ആണ്. n x a t ഡിഗ്രി 1. തുക എന്ന് പറയുന്നത് ഡിഗ്രി 2 n² x² t². അങ്ങനെ സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പം ഇതിന് മുഖ്യമായ ആള് സെക്കൻഡ് ഡിഗ്രിയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ n² കൂടെ ആയിരിക്കും അതിൻ്റെ പൊതുവ്യത്യാസം വരേണ്ടത്. ഇവിടെ പൊതുവ്യത്യാസം 4. അപ്പോൾ വരേണ്ട 4ൻ്റെ പകുതി വെച്ചാൽ മതി, 2n². രണ്ടാം കൃതി ആയതുകൊണ്ട് ഇതിൻ്റെ വ്യത്യാസം അങ്ങനെ വെക്കണ്ട, നേരെ പകുതിയാക്കി വെക്കുക. അപ്പോൾ 2n². ഇനി ഈ 2 ആദ്യ പദം 3 ആണ്. ഇവിടെ ആദ്യ പദം 3 ആണ്, ഇവിടെ 2 ആണുള്ളത്. 2 3 ആക്കാൻ കൂട്ടണോ കുറയ്ക്കണോ? തീർച്ചയായും കൂട്ടണം. എന്ത് കൂട്ടണം? 2 3 ആക്കാൻ 1 കൂട്ടണം. അപ്പോൾ ആദ്യം n² ആണെങ്കിൽ അടുത്തതിൻ്റെ കൂടെ n വെച്ച് കൊടുക്കണം. അപ്പോൾ 2n² + 1n ആണ് അതിൻ്റെ സമ്മ് കാണുന്നതിനുള്ള ബീജഗണിത വാചകം. ഒന്നുകൂടി പറയാം. 7 13 19 25. ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്തായിരിക്കും? എന്താണ് വ്യത്യാസം? 6. അതിൻ്റെ പകുതി മതി 3, കൂടെ n² വെക്കുന്നു. 3 7 ആക്കാൻ കൂട്ടണം. എന്ത് കൂട്ടണം? 4 കൂട്ടണം. ഇവിടെ n² വെച്ചാൽ n അല്ലേ? 3n² + 4n ആണ് ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഒന്നുകൂടി നോക്കാം. 10 13 16 അങ്ങനെ പോകുന്നു അല്ലേ? ഇവിടെ എന്താ വ്യത്യാസം? 3 ആണ് അല്ലേ? 3 വ്യത്യാസമാകുമ്പോൾ അതിൻ്റെ പകുതി വെച്ചാൽ മതി പറയുമ്പോൾ 3/2 ആണ് 3ൻ്റെ പകുതി. കൂടെ എന്ത് വെച്ചു? n². വ്യത്യാസത്തിന് കൂടെ n². ഇനി 3/2 അല്ലേ? 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 10 ആവാൻ കൂട്ടണോ കുറയ്ക്കണോ? 1.5 10 ആവാൻ തീർച്ചയായും കൂട്ടണം. 1.5യുടെ കൂടെ എന്ത് കൂട്ടിയാലാ 10 ആവുക? 8.5. 8.5 എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ എന്തിൻ്റെ പകുതിയാക്കി എഴുതാൻ പറ്റും? 8.5 17ൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ 10 13 16 എന്ന AP-യുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്താ? 3/2 n² + 17/2 n ആണ്. ഒന്നുകൂടി നോക്കാം. 2 5 2 7 12 17. ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്താ വ്യത്യാസം? 5. പകുതിയോ? 5/2 അല്ലേ? വ്യത്യാസത്തിൻ്റെ പകുതി വെക്കണം. കാരണം രണ്ടാം കൃതിയാണ്, അതുകൊണ്ട് നേരിട്ട് വെക്കുന്നതിന് പകരം അതിനെ പകുതിയാക്കി വേണം വ്യത്യാസത്തിൻ്റെ കൂടെ. എന്ന് വെച്ചാൽ 5/2 വെച്ച് കൂടെ മെയിനായിട്ടുള്ള ആൾ n². എപ്പോഴും വ്യത്യാസം അല്ലെങ്കിൽ വ്യത്യാസത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാഗം അതിന് മുഖ്യമായ ആളുടെ കൂടെ വേണം. സമ്മിൽ മുഖ്യമായ ആൾ n ആയിരുന്നു, അപ്പോൾ n-ൻ്റെ കൂടെ വെച്ചു. തുകയിൽ മുഖ്യമായ ആൾ n². അപ്പോൾ n²ൻ്റെ കൂടെ അയാളല്ല, പകുതി വെച്ചു. അപ്പോൾ 5/2 n². 5/2 എന്ന് പറഞ്ഞാൽ 2.5. 2.5 2 ആക്കാൻ 2.5 2 ആക്കാൻ കൂട്ടുകയോ കുറയ്ക്കോ? തീർച്ചയായും കുറയ്ക്കും. 2.5 2 ആക്കാൻ അരയാണ് കുറയ്ക്കുക എന്ന് വെച്ചാൽ 1/2 കുറയ്ക്കണം. അപ്പോൾ y/2 n² - 1/2 n ആണ് ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇതേ ചോദ്യം തിരിച്ചു തന്നാലും യാതൊരു മാറ്റവുമില്ല. ഇതിനെ നേരെ തിരിച്ചു ചെയ്താൽ മതി. ഒരു AP-യുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² - 3n ആണെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? മുഖ്യമായ ആൾ n². n²ൻ്റെ കൂടെ എന്താണോ അതിന് ഡബിൾ. നേരത്തെ
എന്നിൻ്റെ കൂടെയുള്ള ആൾ പൊതുവ്യത്യാസം അവിടെ മുഖ്യമായ ആൾ n ആയിരുന്നു, അവിടെ n-ാം പദമാണ്. ഇത് തുകയുടെ കേസിൽ സെക്കൻഡ് ഡിഗ്രിയാ, n സ്ക്വയറാ മെയിനായ ആൾ, n സ്ക്വയറിൻ്റെ കൂടെ ഉള്ളതിന് ഡബിൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഇത് കുറിക്കുന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉള്ള ആളുടെ ഡബിൾ. അപ്പോൾ 4 ആണ് പൊതുവ്യത്യാസം വരിക. ആദ്യ പദമോ 2 -3 -1 ആയിരിക്കും അതിൻ്റെ പൊതുവ്യത്യാസം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3/2 n സ്ക്വയർ -7/2 n ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3/2 n സ്ക്വയർ -7/2 n ആണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? n സ്ക്വയറിൻ്റെ കൂടെ ഉള്ള ആളുടെ ഇരട്ടി എന്നല്ലേ പറഞ്ഞ്. n സ്ക്വയറിൻ്റെ കൂടെ 3ൻ്റെ പകുതിയാണ്. 3/2 പറഞ്ഞാൽ 3ൻ്റെ പകുതിയാണ്. 3ൻ്റെ പകുതിയുടെ ഇരട്ടി എന്താ? 3 തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ സമാന്തര ശ്രേണിയുടെ ഇത് കുറിക്കുന്ന ഈ സമ്മ് കുറിക്കുന്ന സമാന്തര ശ്രേണിയുടെ ഡിഫറൻസ് എന്താ? 3 ആണ് അല്ലേ? 3/2 1/2യുടെ ഇരട്ടി 3 ആണ്. ആദ്യ പദമോ 1/2 -3/2. 1/2യിൽ നിന്ന് 3/2 കുറച്ചാൽ എന്താ? -2. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ് വരിക? -2. തീർച്ചയായും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ഇതുപോലെ വളരെ പെട്ടെന്ന് സുഗമമായി നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.